എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗ് അല്ലെങ്കിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മിക്കവാറും ഞങ്ങൾ സ്ഥിരം കഴിക്കാൻ പോകുന്നത് ഫിൽറ്റർ കോഫിയിൽ, ഒന്നുമില്ലെങ്കിൽ അവിടെ പോയി കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ആദ്യം ഞങ്ങൾ പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്, പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തൊട്ട് നിർത്താതെ, ഇത് ശനിയാഴ്ച, ഞായറാഴ്ചയൊക്കെ നിർത്താതെ പെയ്യുമായിരുന്നു. ശനിയാഴ്ച ഒരു വൈകുന്നേരം, ശനിയാഴ്ച ഫുള്ളിങ്ങനെ കിടക്കുമായിരുന്നു. ഒരു എന്താ പറയുന്നത്, വെയിലെന്ന് പറയുന്ന സംഭവം ഇല്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് തുടങ്ങിയ മഴ 2-3 ദിവസം മഴയായിരുന്നു. അപ്പോൾ പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും റോഡിലില്ലായിരുന്നു ഈ ശനിയാഴ്ച രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിൽറ്റർ കോഫിയിലെത്തി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്, ഇത് ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സാറ്റർഡേ വീഡിയോയിലൊക്കെ ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന കാര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിക്കുന്നത്, ഞാൻ പൊങ്കലാണ് വാങ്ങിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യമാണ് ഈ പൊങ്കൽ. പിന്നെ ശ്രീഹരി പൂരിയാണ് വാങ്ങിക്കുന്നത്. അപ്പം പിന്നെ വട പിന്നെ നമ്മൾ എക്സ്ട്രാ പറയണം. പക്ഷേ ഇവിടുത്തെ വട നല്ല വടയുണ്ട്, ഞങ്ങൾ എക്സ്ട്രാ പറയും ഒരെണ്ണം കൂടെ. അപ്പോൾ എൻ്റെ പൊങ്കൽ വന്നു. എനിക്ക് പൊങ്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പൊങ്കലും സാമ്പാറും ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശ്രീഹരിയുടെ പൂരി നല്ല പൂരിയായിരുന്നു. ശ്രീഹരി അത് അമ്മയ്ക്കതാണ്, ബുമ്മെന്നാണ് വന്ന ഉടനെ തന്നെ ശ്രീഹരി അത് കൈകൊണ്ട് താഴ്ത്തിയത് അമ്മയ്ക്ക് കളഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ പൊങ്കൽ ഞാൻ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് കോഫി വന്നു. ഈ കോഫി പക്ഷേ ആക്ച്വലി എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്ന് ഇച്ചിരി കൈപ്രസം കൂടുതലുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം കുടിച്ചത് ഭയങ്കര പാകത്തിന് നല്ല കോഫിയായിരുന്നു. പൊങ്കലൊക്കെ അടിപൊളിയായിരുന്നു. പൊങ്കലും പൂരിയും ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി KPN പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഫിൽറ്റർ കോഫി. ഇത് കല്യാൺ നഗറിൽ HRBR ലേഔട്ടിലാണുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടുന്ന് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് പിന്നെ വരത്തില്ല.
ഞങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് വരുമ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പണി കിട്ടാറുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് മേടിക്കും. നമ്മൾ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ പോയി കഴിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പണി കിട്ടും. പിന്നെ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കുറച്ച് നാളായിട്ട് പോകുന്നു. ഇനി എപ്പോഴാണ് പണി വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ മാന്യതയ്ക്കകത്തോടാണ് വന്നത്. ആക്ച്വലി അപ്പോൾ തൊട്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറി തുടങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ ഇതിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടാണ് പോകുന്നത്. ഇത്തവണ എന്താണെന്നറിയത്തില്ല, ശ്രീഹരി ഇതിനകത്തും ആക്ച്വലി ഇതിനകത്തൂടെ കയറി വരുന്നതാണ് എളുപ്പം. പക്ഷെ ഞങ്ങൾ അതും മറന്നുപോയി ഇടയ്ക്ക് ഇതിനകത്തൂടെ കയറി വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങ് ചെന്ന് ലുംബിനിയുടെ അവിടെ ചെന്ന് തിരിയുക ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൂടെ കയറി ഈ ഒരു ഭാഗം നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തിനകത്തൂടെ കയറി ഇനി അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോഴത്തേന് 2 സൈഡിലും ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മാന്യതയ്ക്കകത്തൂടെ കയറി കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ എളുപ്പമാണ്. ഏറ്റവും അടുത്ത് ഞങ്ങൾക്ക് മാന്യത ടെക് പാർക്കാണ്. അപ്പോൾ ശ്രീഹരി ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നു, അറിയത്തില്ല. ഇപ്പം പക്ഷേ ഭാരതീയ സിറ്റിയില്ല. ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ മാറ്റം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ KPNൻ്റെ അവിടെ എത്തി, കോഫി ബോർഡ് ലേഔട്ടിൽ. അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ശനിയാഴ്ച രാവിലെ വലിയ തിരക്കൊന്നും കാണത്തില്ല, 9 മണി സമയത്ത് വലിയ തിരക്കൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് വലിയ കരുത്ത് അങ്ങ് ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഭയങ്കര തിരക്ക്. ഞാൻ വിചാരിച്ച ശനി ഞായറൊക്കെ വൈകുന്നേരമായിരിക്കും ഭയങ്കര തിരക്കെന്ന്. ഇതിനകത്ത് നല്ല തിരക്കായിരുന്നു ശനിയാഴ്ച രാവിലെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും. അപ്പോൾ പിന്നെ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു. മിക്കവാറും ഉള്ളതെല്ലാം തീർന്നിരിക്കുകയായിരുന്നു, അതെല്ലാം എടുത്തു. പിന്നെ ഇത്തവണ മിക്കവാറും മുരിങ്ങയില മുരിങ്ങയില എടുക്കണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയിലാണ് ഞങ്ങൾ. അവസാനം മുരിങ്ങയില വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ഇല വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഇത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു വെജിറ്റബിൾ കണ്ടോ, ഇത് എല്ലാ പച്ചക്കറി കടയിലും ഞാൻ കാണും. പക്ഷേ ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല ഈ സംഭവം. ഇവിടെ മിക്കവാറും ഉള്ള പച്ചക്കറി കടയിൽ ഇതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നാട്ടിലിനി ഞാൻ കാണാത്താണോ എന്നറിയത്തില്ല. ഇവിടെ ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഈ ഇടിഞ്ചക്ക ആദ്യം ഞാൻ എടുത്തു, പിന്നെ അത് ഞാൻ തിരിച്ചു കൊണ്ടുവച്ചു. കാരണം ഞാൻ നാളെ പിറ്റേ ദിവസം ഞങ്ങൾ കേരള മാർക്കറ്റിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും കാണും. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തിരിച്ചങ്ങ് എടുത്ത് വെച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നു. അത് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗീ റൈസ് വെച്ചു ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഉച്ചക്കത്തേക്ക് ഗീ റൈസും ചിക്കൻ കറിയാണ്. അത് ഓൾറെഡി ചിക്കൻ കറി ഇന്നലെ രാത്രി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗീ റൈസും കൂടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാവുന്ന. അപ്പം എളുപ്പമാണല്ലോ. അപ്പം പിന്നെന്താണ്, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. എൻ്റെ കയ്യിൽ ഇന്ന് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു പോക്കിൽ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഗീ റൈസ് വെക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇത് വിസിലടിക്കും. അപ്പം ഒന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത്. എനിക്ക് ഇച്ചിരി പൈനാപ്പിൾ ഇട്ട് ഗീ റൈസ് കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിത് വെന്ത് കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ ഞാൻ ആ പൈനാപ്പിളും കൂടി ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ എസെൻസിൻ്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി എനിക്ക് പൈനാപ്പിളായിട്ട് നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ഇടുന്നതും അതിനകത്തുനിന്ന് ആ ഫ്രഷ് പൈനാപ്പിൾ കഴിക്കാനൊക്കെ എനിക്കിഷ്ടം. പക്ഷേ എസെൻസ് ഇട്ടാൽ എനിക്ക് അത്രയും ഒരു എനിക്ക് ആ എസെൻസിൻ്റെ ടേസ്റ്റ് എനിക്ക്
എനിക്ക് തിരിച്ചറിയാനും പറ്റും പൈനാപ്പിൾ ഫ്രഷ് ആയിട്ട് ഇട്ടതും അതിൻ്റെ എസൻസ് ഒഴിക്കുന്നത്. അതെനിക്കിഷ്ടമല്ല പൈനാപ്പിൾ എസൻസ് ഇടുന്നത്. എനിക്ക് ഫ്രഷ് ആയിട്ട് പൈനാപ്പിളിൻ്റെ പീസ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു മൈൽഡ് ഫ്ലേവർ ആ ഗീ റൈസിലാണേലും ചിക്കൻ ബിരിയാണിക്കകത്താണേലും എനിക്കിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തത് മേടിച്ചു. കാരണം പൈനാപ്പിൾ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ തിന്ന് തീർക്കത്തുമില്ല. അത് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ജ്യൂസ് അടിച്ചൊന്നും കുടിക്കത്തില്ല. അപ്പം കുറച്ചൊരു ചെറിയ പെട്ടിക്കകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ നമുക്ക് ഗീ റൈസിൻ്റെ റെസിപ്പി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗീ റൈസ് അങ്ങോട്ട് വെക്കാം. ഇത് ഞാൻ ചിക്കൻ കറി സ്വല്പം ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച ഗീ റൈസാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചു, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ പെരിഞ്ചീരവും കൂടെ ചതച്ചാൽ നല്ലതാണ്. പക്ഷേ ഞാനങ്ങ് മറന്നുപോയി. പിന്നെ നമ്മുടെ സബോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് കഴുകിയത്, 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ഉള്ള കണക്കിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക 1 കപ്പ് റൈസിന്. എന്നിട്ട് ഒറ്റ വിസിൽ. ഇത് റൈസ് കുതിർത്തതാണ്, ഒരു 10-20 മിനിറ്റ് കുതിർത്ത റൈസാണ് ഞാൻ ചേർക്കുന്നത്. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഗീ റൈസ് റെഡിയായി. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് പൈനാപ്പിളും കൂടെ ചേർക്കും. ഇനി ഇത് നമ്മുടെ പാലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പും വിനാഗിരിയും ഇട്ട വെള്ളത്തിൽ ആദ്യം ഇത് ഒന്ന് മുക്കും. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഇലയെല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് നേരം അങ്ങനെ ഉപ്പും വിനാഗിരി ഒഴിച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞ് മാറ്റി വെക്കുന്നത്. അപ്പം ആദ്യം നമുക്കിത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഇത് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേഗം തന്നെ അതങ്ങ് നമ്മൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് തീരും. അപ്പം കറിവേപ്പിലയും മല്ലിയിലയും ആദ്യം നമുക്ക് റെഡിയാക്കാം. കറിവേപ്പില ഇതുപോലെ ഞാനൊരു ഇങ്ങനത്തെ ബോക്സ് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു. ഇപ്പം സ്ഥിരം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ ടൈപ്പ് ബോക്സ്. പക്ഷെ നല്ലതാണ്. ഇതുപോലെ കറിവേപ്പില, പിന്നെ തക്കാളി, ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ കറിവേപ്പില ഞാൻ കഴുകുന്നില്ല, കാരണം വെള്ളമയം വേണ്ട, കഴുകാതെ. ഇത് ഓൾറെഡി കുറച്ച് വൃത്തിയാണ്, അധികം പൊടിയും ചെളിയൊന്നും ഞാൻ ഈ കേപ്പിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയിലും ഇതുപോലെ ഇതിലൊന്നും കണ്ടിട്ടില്ല, കറിവേപ്പിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ കറിവേപ്പില അതിൻ്റെ തണ്ട് ഇത് ചെയ്യത്തില്ല, ഓരോന്നായിട്ട് ഇങ്ങനെ തണ്ടീന്ന് ഞാൻ ഇല മാത്രം എടുക്കത്തില്ല, ആ തണ്ടോടുകൂടി അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ച് അടച്ചങ്ങ് വയ്ക്കും. പിന്നെ ഞാൻ മല്ലിയിലയുടെ ആ സ്റ്റെം ഞാൻ കഴിവതും ഞാൻ എടുക്കത്തില്ല. ഞാൻ ആ ലീഫിൻ്റെ ഭാഗം മാത്രമേ എടുക്കാറുള്ളൂ. സ്റ്റെമ്മും ആ റൂട്ടിൻ്റെ ഭാഗമൊക്കെ ഞാൻ കളയും. ഇതും ഞാൻ കഴുകത്തില്ല. എടുക്കുമ്പോഴേ ഞാൻ ഇതൊക്കെ കഴുകത്തുള്ളൂ. ഇതും അടിയിലൊരു ടിഷ്യൂ വെച്ചിട്ട് മല്ലിയില വെച്ചിട്ട് മുകളിലൊരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ അടച്ചങ്ങ് വെക്കും. ഈ സംഭവങ്ങളെല്ലാം ഞാൻ എടുക്കുമ്പം കഴുകി അങ്ങ് എടുക്കത്തേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞെട്ട് കളഞ്ഞ് വെക്കുമ്പോഴാണ് കൂടുതൽ നേരം നാളെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞെട്ട് കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ച് വെക്കുക. ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടേ ഇതിങ്ങനെ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതാണ് ഞാൻ കൂടുതലും കഴുകാത്തത്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ പച്ചക്കറിയൊക്കെ അങ്ങ് കഴുകിയാൽ മതി. അധികം പൊടിയും ചെളിയൊന്നും ഇല്ലെങ്കിൽ ചില പച്ചക്കറിയിൽ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എപ്പോഴും ഒരു തക്കാളിയിലൊക്കെ ആണെങ്കിലും പൊടി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ടിഷ്യൂ വെച്ച് നല്ലപോലെ അങ്ങ് തുടയ്ക്കും, അങ്ങനെ പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ നിന്ന് മേടിക്കുന്നതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം നമ്മുടെ ഗീ റൈസിൻ്റെ ആ ഒരു പ്രഷർ മാറിക്കഴിഞ്ഞ ഉടനെ ഞാനങ്ങ് എടുത്തിട്ട് ഇതുപോലെ പൈനാപ്പിളിൻ്റെ പീസസും കൂടെ ചേർത്ത് അടച്ചങ്ങ് വെച്ചാൽ മതി. ഞാൻ ആ വിസിൽ വെക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ആ ഒരു ആവിയിലൊന്ന് വെന്താൽ മാത്രം മതി. ഇനി നമുക്ക് പാലൊക്കെ എല്ലാം കഴുകി ഞാനിങ്ങനെ അരിഞ്ഞ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെക്കും. ഇത് കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങ് കഴുകി വെക്കുകയാണ്, കാരണം അത്രയും പണി പിന്നെ ലാഭമായി, എടുത്തങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ തക്കാളി ഇതുപോലെ തന്നെ ഒരു ബോക്സിനകത്ത് ഇട്ടങ്ങ് വെക്കുക. അത് ജസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കും ഞാൻ ടിഷ്യൂ ഇട്ട്. ഇതിപ്പം എനിക്ക് പൊടിയൊന്നും ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ അങ്ങ് ഇട്ട് വെച്ചു.
പിന്നെ നമ്മുടെ വെജിറ്റബിൾ ട്രേ എടുത്തിട്ട് അതിനകത്തൊരു ടിഷ്യൂ വിരിച്ചിട്ട് ബാക്കിയുള്ള ഇതുപോലെ പയർ, പിന്നെ കുമ്പളങ്ങ, പിന്നെ ഇത് വാഴപ്പിണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതും ക്യാബേജും ഇതുമെല്ലാം ഇതിനകത്തിട്ടങ്ങ് ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ അധികം വേറെ പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഒരു ചേന ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് വന്ന ചേന അതിങ്ങനെ അവർ ആ ഒരു ഇല റാപ്പ് ചെയ്താണ് തരുന്നത്. അപ്പം ഞാനത് മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ നല്ല. ഞാൻ എപ്പോഴത്തേക്ക് അത് മാറ്റിയില്ല, പിന്നെ അത് ഞാൻ മാറ്റി വെക്കണം. പിന്നെ ചീര കൊണ്ട് ഞാൻ ചെറിയൊരു റൈത്ത പോലെ ഉണ്ടാക്കുന്നുണ്ട്. അത് വെളുത്തുള്ളിയും ചീരയും കൂടെ ഒന്ന് വഴറ്റി അതിനകത്ത് തൈര് ഒഴിച്ച് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ തക്കാളി സബോള ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ടും കാണിക്കാഞ്ഞത്. ഉപ്പും ചേർത്ത് തൈര് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ നമ്മുടെ തക്കാളിക്കും സബോളയ്ക്കും പകരം ഈ ഒരു ഇല അതൊന്ന് വഴറ്റി ഒന്ന് വേവിച്ച് ചേർക്കണമെന്നേ ഉള്ളൂ, ഇലയായതുകൊണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ്, അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുക. അതും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ 4 മണിക്ക് ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേറൊരിടം വരെ പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പും, പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല. ഇങ്ങനെ മൂടി കെട്ടിക്കിടക്കാം. മഴയാണോ എന്താണോ ഒന്നും അറിയത്തില്ല. ഇന്ന് സൂര്യനെ കണ്ടിട്ടേ ഇല്ല, അതുപോലൊരു ക്ലൈമറ്റാണ്. ഭയങ്കര തണുപ്പും, പുറത്തിറങ്ങാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊന്നും പുറത്തിറങ്ങാനേ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങണം. ആക്ച്വലി അത് ഞങ്ങൾ നാളെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നങ്ങ് പോയി. കാരണം ഇന്ന് ഞങ്ങൾ വേറെ ഒരിടം പോകാൻ പ്ലാൻ ചെയ്തത് കുറച്ച് ദൂരെയാണ്. അവിടം വരെ ഈ തണുപ്പത്ത് പോകാൻ വയ്യ. നാളെ ഒരു നല്ല ദിവസമായിരുന്നെങ്കിൽ ഒരു വെളിച്ചമുള്ള ദിവസം ആകണമെന്ന്. കാരണം ഇങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല. ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല. വേറെ വെള്ളമെടുത്ത് മഴ പെയ്യുന്നുണ്ടോയെന്നും അറിയത്തില്ല. ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല. മഞ്ഞായിരിക്കണം. ഭയങ്കര നമുക്കപ്പം മാനസികമായിട്ടും ഒരു സുഖം തോന്നത്തില്ല. ഒരു എന്താ പറയുന്നത്, ഡൾ മൂഡിലേക്ക് പോകും. ഇപ്പോൾ ഒന്നരാടം വെച്ച് ഒരു ദിവസം ഇങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം വെളിച്ചം കാണും, പിന്നെ അടുത്ത ദിവസം ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഡിസംബർ കംപ്ലീറ്റ് ഇങ്ങനെ ആയിരിക്കും. ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേനും റെഡിയാകും. ജാനുവരി ഒരു പകുതി കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ഓക്കെയാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ ചായ ഇടാണ്. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ചായ ഇടാം. ചായയൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് വന്നിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല കാലാവസ്ഥ, നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. പക്ഷേ ആദ്യത്തെ ദിവസം നല്ല സുഖം കാണും, പിന്നുള്ള ദിവസമൊക്കെ നമുക്ക് മടുത്ത് പണ്ടാരം തുടങ്ങും. ആ ഒരു രീതിയിലാണ് ഇപ്പം. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഭയങ്കര വിൻ്ററിൻ്റെ തുടക്കം ദിവസങ്ങളൊക്കെ ഭയങ്കര ഒരു സുഖം തോന്നും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഒരു ഫീലിംഗ് ആവും. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം മഴ, എനിക്ക് എന്തോ ഒരു സൈക്ലോണിൻ്റെ സംഭവം വന്നിട്ടില്ല, അതിൻ്റെ ആ ഒരു മഴയുടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇത്രയും ഭയങ്കരമായ ഒരു മൂടിക്കെട്ടലും കാര്യങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും രാവിലെയെങ്കിലും കുറച്ച് വെയിലൊക്കെ വരുന്ന, പിന്നെ ഇച്ചിരി മൂടലുണ്ടെങ്കിലും തണുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ഒരു ഇത് കാണത്തില്ല. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിച്ചിട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം ഇന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഈ കാലാവസ്ഥ കാരണം ഞങ്ങളത് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങളിപ്പം വൈകുന്നേരം ആയപ്പം ഇത് ആക്ച്വലി 5:30 സമയമൊക്കെ ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങ് ഇരുട്ടി. ഞങ്ങൾ പുറത്തേക്ക് പോയി ആക്ച്വലി പോയത് മഴയായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്ത് ഞങ്ങൾ
പോയിട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യമൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി അവിടെ ചെന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ മഴ പെയ്തപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചിങ്ങി വരാമെന്ന് വിചാരിച്ചു. മഴ എന്ന് വെച്ചാൽ പിന്നെ അങ്ങ് മഴ, പക്ഷെ മഴ കനക്കുന്നൊന്നുമില്ല. മഴ ഇങ്ങനെ ഒരുമാതിരി ശല്യം രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്നങ്ങ് വലിയ ആർത്തുല്ലസിച്ചുള്ള മറ്റേ മഴ ടൈപ്പ് മഴയല്ല, ഒരുമാതിരി ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഴ പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നേരം. അപ്പം ഈ ഒരു ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ മഴ ഞായറാഴ്ച ഫുൾ ഡേ മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്ത് തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അത് ക്യാമറയിലൊന്നും അധികം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നോക്കി ഫോൺ പിടിക്കുമ്പോൾ ഫോണിലൊക്കെ വീഴുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി വന്ന് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുള്ളൂ. ആക്ച്വലി ഞങ്ങൾ ഗംഗാ ബേക്കേഴ്സിൽ വന്ന് കുറച്ച് ബേക്കറി എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. അപ്പം അവിടെ പപ്സ് ഉണ്ടായിരുന്നു. പപ്സ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങി വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.